എവിടെ ആയിരുന്നു? ഹലോ, മോളാണോ? ആ നന്ദനയാണോ അമ്മേ? അവൾ എന്ത് പറഞ്ഞു? അവക്ക് ബസ് കിട്ടി. അപ്പോ അവക്ക് ബസ് കിട്ടി അല്ലേ? ഇപ്പഴെങ്കിലും ചോദിച്ചല്ലോ മോളെ കുറിച്ച്. കുട്ടി കാവും ഭാഗത്തേക്കുള്ള ബസ്സില്ല കേട്ടോ. അതാ ഞങ്ങൾ നടക്കുന്നത്. സമയം ഒരുപാടായി, അവളിങ്ങി എത്തിയില്ല. നിങ്ങളായി ജംഗ്ഷനിലൊക്കെ ചെല്ലു മനുഷ്യ. പോട്ടമ്മേ, അവള് വരുമ്പോഴത്തേക്കും അച്ഛൻ പൊക്കോളും. അതെ, നീ ഒന്ന് സമാധാനപ്പെടു. എന്ത് പറ്റി ചേച്ചി? നന്ദന ഇതുവരെ ഇങ്ങ് വന്നില്ല സുരേഷേ. സമയം ഒരുപാടായല്ലോ, ഇതുവരെ വന്നില്ലേ? ഇല്ല, വന്നില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ചേച്ചി, ഞാൻ വീട്ടിൽ കാണും. ശരി. നോക്കടാ, ഒരു പെണ്ണ്. എങ്ങോട്ടാ സഹോദരി രാത്രിയിൽ? അത് ഒറ്റയ്ക്ക് സഹായം വല്ലതും വേണോ? ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് അവൻ ശരിയാവില്ലല്ലോ. സത്യം പറയടാ, എന്താ സംഭവിച്ചത്? ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് അവൻ ശരിയാവില്ലല്ലോ. പേടിക്കാനൊന്നുമില്ല, തക്ക സമയത്ത് ഇവർ എത്തിയതുകൊണ്ട് കുട്ടിക്കൊന്നും സംഭവിച്ചു. നിങ്ങളോട് എന്ത് പറയാണെന്ന് എനിക്കറിയില്ല. ഒന്നും വേണ്ടമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും സഹോദരിമാരുണ്ട്. അവരുടെ മേൽ ഒരു മണ്ണ് നുള്ളിയിട്ടാൽ അത് ഞങ്ങൾ പൊറുക്കില്ല. എവിടെ എവിടെ സാറേ, എവിടെ അവൻ? ഇറങ്ങി വേടാ, എല്ലാരും നിന്നെ ഒന്ന് കാണട്ടെ. അല്ല നന്ദന മോളെന്താ ഒറ്റയ്ക്ക്? അത് ഈ രാത്രിയിൽ ബസ് കിട്ടിയില്ല.
ഏതായാലും മോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുപോയേക്കാം. മോളെ ഇവിടെ കണ്ടിട്ട് ഒറ്റയ്ക്ക് വിട്ടു എന്ന് അറിഞ്ഞാൽ പിന്നെ അത് മതി ജലജയ്ക്ക്. ശരിയാ, അമ്മ ഇപ്പൊ ആകെ വിഷമത്തിലാവും. നാശം, എന്റെ ഫോണും ഓഫായി. ദേ കണ്ടില്ലേ, യുവന്മാരെയൊക്കെ വിശ്വസിച്ച് പെൺകുട്ടികൾ എങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക? മോള് വാ, ഞാൻ കൊണ്ടുവിടാം. ആ നടന്നോ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ആ മഹാഭാവി, നിനക്ക് എങ്ങനെ തോന്നിയടാ? അവൾക്ക് നിങ്ങൾ സ്വന്തം ചന്ദ്രമാമനല്ലായിരുന്നോ ദ്രോഹി? ഇത്രയ്ക്ക് നീചനായിരുന്നോടാ നീ? മതി മതി, അവർ ശരിക്കും കൊടുത്തതാ. നിങ്ങളെയൊക്കെ പലതവണ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. പുറമേ ഉള്ള ഈ കോലമൊക്കെ ഉള്ളു സാറേ, ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. ആ, അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ കുട്ടിയെ കൊണ്ട് പോയിക്കോ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ സ്റ്റേഷൻ പുറത്ത് വരണം. ആ സാർ. നിങ്ങളുടെ മനസ്സ് കാണാൻ ഞാൻ വൈകി, ഓർക്കണം. എന്താ ഇതനിയത്തെ കുട്ടി? ഏയ്, ഞങ്ങൾ ഇതുപോലെ ഇവിടെയൊക്കെ തന്നെ കാണും. ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇവർ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു. തള്ളോട്ടൻ്റെ കൈകളാവും പലപ്പോഴും പിശാചിൻ്റെ കൈകളാവുന്നത്.